വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഖില. രാവിലെ 6 മണിക്ക് തന്നെ കിട്ടിയതൊക്കെ കയ്യിലെടുത്ത് കാറിൽ കയറി ലാലേട്ടൻ്റെ കുറച്ച് പഴയ പാട്ടും വെച്ച് വൈബാക്കി. എങ്ങനെ ഇപ്പോൾ ഒരു കാഷ്വലായിട്ട് വരിക. നമ്മളിന്നിപ്പോൾ ബാംഗ്ലൂർ ടു കണ്ണൂർ ബൈ റോഡ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ബിഡതി ഇഡ്ലി. നമുക്ക് ബിഡതി ഇഡ്ലി കഴിക്കാം. നല്ല അടിപൊളി മസാല ദോശ, തട്ടിഡ്ലി, വട, ചായ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓർഡർ. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പ്ലേലിസ്റ്റ് ഒന്ന് മാറ്റിപ്പിടിച്ച് ജേണി തുടങ്ങി. ഓൺ ദ വേ കൊടക് ഡിസ്ട്രിക്റ്റിലെ ഗോണിക്കൊപ്പെ വഴി ഒരുപാട് നല്ല വ്യൂ ഉണ്ട്. ബട്ട് ഞാൻ ഇതൊന്നും കണ്ടില്ല, ഉറങ്ങിപ്പോയി. ബട്ട് ദീപു എല്ലാ ക്ലിപ്പും എൻ്റെ ഫോണിലെടുത്ത് വെച്ചിരുന്നു. സോ ഒന്നും മിസ്സായിട്ടില്ല. ഈ ഹോട്ടലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ സ്റ്റാർട്ടിങ്ങിൽ കണ്ട കുറച്ച് ഹോട്ടലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ കയറിയത്. അവിടെ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് അടി ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ഈ വഴിക്കൊക്കെ വരുമ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു, നല്ല ഫോഗി ആയിട്ട്. ഞാനിങ്ങനെ അത് ഞാൻ നല്ല ആംബിയൻസ് നമുക്ക് പുറത്ത് പോയിരുന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പണ്ട് തന്തവയും അത് വേഗം വന്ന് കാറിൽ കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. അതിൽ നമ്മൾ ആദ്യമായിട്ട് ആഫ്റ്റർ മാരേജ് അടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെ, അത് കഴിഞ്ഞ് ചെറുപറന്നായിട്ട് ഗൈസ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഈ റെക്കോർഡിംഗ് കംപ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡാഷ് ക്യാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഡാഷ് ക്യാം. രാത്രികളിൽ ആരെങ്കിലുമൊക്കെ അറിയാത്ത ആൾക്കാർ മുന്നിൽ വന്നിട്ട് നമ്മളെ ആക്രമിക്കുന്ന പോലുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് അത് നമ്മുടെ മാത്രം പ്രൂഫിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മുടെ ഡാഷ് ക്യാം ഉണ്ട്, നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല, അവരായിട്ട് ഇങ്ങോട്ട് വന്നതാണെന്നുള്ള അതിനാണ് ഡാഷ് ക്യാം. എത്ര നേരമായി കറങ്ങാൻ തുടങ്ങിയിട്ട്. ഇത് ഇപ്പൊ വെയിലത്ത് കാണാൻ വലിയ സുഖമില്ല, പക്ഷെ നമ്മളൊരു ഈവനിങ് ടൈമോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ വരുവാണെങ്കിൽ നല്ല മഞ്ഞായിട്ട് വഴി പോലും കാണില്ല. നമ്മുടെ ലാസ്റ്റ് ടൈം വന്നപ്പോ അങ്ങനെയായിരുന്നു. ഗ്യാസിന്റെ കൂടി പാരസെറ്റമോൾ, മിന്റ് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആകെ 5 മണിക്കൂർ ട്രാവലില് 3 മണിക്കൂർ ഉറക്കം. നമ്മൾ ഈ വണ്ടിയിലൊരു റൂം എയർ ഫ്രഷ്നർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയ ശേഷം വന്നിട്ടില്ല. അടിപൊളി. ഇപ്പൊ എയർ ഫ്രഷ്നർ മാറി അത്തറായി. അത്തറിന്റെ മണം. ഓ ഡാമേജ്. കണ്ണൂരെത്തി ദീപുന്റെ കസിൻസിനെയൊക്കെ കണ്ടു. നമ്മളൊരു കസിന്റെ മാരേജിന് വേണ്ടിയാണ് കണ്ണൂർ വന്നിരിക്കുന്നത്. കുറച്ച് പിക്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഫേമസ് ഷീൻ ബേക്കറിയാണ്. കിണ്ണത്തപ്പവും ടീ കേക്കും വാങ്ങി ഒരു കിടിലം ബട്ടർ കേക്കും നമുക്ക് കിട്ടി. ഇത് കണ്ണൂർ കോക്ടെയിൽ. ഇതിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ടെന്നാണ് കേട്ടത്. അമ്പോ അടിപൊളി. ആൻഡ് അത്രേ ഉള്ളൂ. തിരിച്ച് ബാംഗ്ലൂർക്ക് വണ്ടി കയറി.